Hi friends, Trump and Taste പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ഒരു ചിക്കന്റെ വെറൈറ്റി ഡിഷ് ആയിട്ടാണ്. ചിക്കൻ പള്ളിപ്പാളയം. വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് മതി, പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാം, കോംപ്ലിക്കേറ്റഡ് അല്ല. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ ചിക്കൻ പള്ളിപ്പാളയം പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി ഫസ്റ്റ് നല്ല കട്ടിയുള്ള ഒരു പാൻ അടുപ്പത്ത് വെക്കുക. അതിനകത്തോട്ട് ഒരു 2 ടേബിൾ സ്പൂൺ കോക്കനട്ട് ഓയിൽ ആഡ് ചെയ്ത് കൊടുക്കുക. ഓയിൽ അപ്പോൾ ചൂടായി വരുന്നുണ്ട്. ഇതിനകത്തോട്ട് ഒരു 1 ടീസ്പൂൺ മസ്റ്റർഡ് ആഡ് ചെയ്ത് കൊടുക്കുക. കടുക് അപ്പം നന്നായിട്ട് പൊട്ടി വരുന്നുണ്ട്. ഇതിനകത്തോട്ട് നമുക്ക് ഒരു 1 ടേബിൾ സ്പൂൺ ഉഴുന്ന് ആഡ് ചെയ്ത് കൊടുക്കണം. നമ്മുടെ ഉഴുന്ന് കരിഞ്ഞു പോകാതെ പ്രത്യേകം ശ്രദ്ധിക്കണം. അതിനകത്തോട്ട് ഒരു ലൈറ്റ് ബ്രൗൺ ആയിട്ടുണ്ട്. ഇതിലോട്ട് ഞാനൊരു 6 ഡ്രൈഡ് റെഡ് ചില്ലി സ്പ്ലിറ്റ് ചെയ്തത് ആഡ് ചെയ്ത് കൊടുക്കണം. ഞാൻ അതിൻ്റെ അകത്ത് അരിമണികളൊക്കെ എടുത്ത് റിമൂവ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് തേങ്ങാക്കൊത്ത് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ആഡ് ചെയ്ത് കൊടുക്കാം. നമ്മുടെ ഒനിയനും ഷാലറ്റ്സും എല്ലാം നല്ല ഗോൾഡൻ ബ്രൗൺ ആയിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമുക്കൊരു 1/2 ടീസ്പൂൺ ടെർമറിക് പൗഡർ ആഡ് ചെയ്ത് കൊടുക്കാം. ഇപ്പം നമ്മുടെ ടെർമറിക് പൗഡർ നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഇതിനകത്തോട്ട് ഞാനിവിടെ 1 kg ചിക്കൻ ആണ് എടുത്തിരിക്കുന്നത്. വിത്ത് ബോൺ ആയിട്ടുള്ള ചിക്കൻ ചെറിയ ചെറിയ പീസായിട്ട് കട്ട് ചെയ്തതാണ്. അത് ആഡ് ചെയ്ത് കൊടുക്കുക. ആവശ്യത്തിന് ഉപ്പോടെ ആഡ് ചെയ്ത് കൊടുക്കുക. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. നന്നായിട്ട് ഇത് മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമുക്ക് ഇത് മൂടി വെച്ചിട്ട് ഒരു 15 to 20 മിനിറ്റ്സ് എടുത്ത് കുക്ക് ചെയ്തെടുക്കണം. നമ്മുടെ നാട്ടിലെ ചിക്കൻ്റെ വേവ് അനുസരിച്ചിട്ട് ഇത് ചേഞ്ച് ആകും. അപ്പോൾ ഞാനിവിടെ മൂടി വയ്ക്കുവാണ്. ചിക്കനിൽ നിന്ന് കുറച്ച് വെള്ളം ഇറങ്ങി വരും. ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിലാണ് ഇത് കുക്ക് ചെയ്തെടുക്കേണ്ടത്. ഇനി വെള്ളം തീരെ ഇല്ല, ഡ്രൈ ആണെന്നുണ്ടെങ്കിൽ കുറച്ച് ചൂടുവെള്ളം ആഡ് ചെയ്ത് കൊടുക്കണം. പ്രത്യേകം ശ്രദ്ധിക്കുക, ചൂടുവെള്ളം ആഡ് ചെയ്യണം കേട്ടോ. അല്ലാതെ പ്ലെയിൻ വാട്ടർ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ചിക്കൻ്റെ ടേസ്റ്റ് പോകും. അപ്പം നമുക്ക് ഇത് മൂടി വെച്ച് കുക്ക് ചെയ്തെടുക്കാം. ഒരു 15 മിനിറ്റ്സ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്കൊന്ന് തുറന്ന് നോക്കാം. നല്ല ആവി പറക്കുന്നു, നല്ല സ്മെല്ലും വരുന്നുണ്ട്. ഇതേ നമ്മുടെ ചിക്കനിൽ നിന്നൊക്കെ വെള്ളം ഇറങ്ങി വന്നിട്ടുണ്ട്. അതൊന്ന് പറ്റി തുടങ്ങി. ഞാൻ വേറെ എക്സ്ട്രാ വെള്ളമൊന്നും ആഡ് ചെയ്ത് കൊടുത്തില്ല കേട്ടോ. ഇനി നമുക്ക് ഇത് ഇപ്പോൾ ചിക്കൻ ഓൾമോസ്റ്റ് വെന്തിട്ടുണ്ട്. ഇപ്പോൾ ഒരു ലൈറ്റ് യെല്ലോ ഷെയ്ഡല്ലേ, ഇത് നമുക്കിനി നല്ല ഡാർക്ക് ആവുന്നത് വരെ ഫ്രൈ ചെയ്തുകൊണ്ടിരിക്കണം. നമ്മുടെ ചിക്കനിലെ വെള്ളം എല്ലാം പറ്റി ആ മസാല എല്ലാം ചിക്കനിലോട്ട് പിടിച്ച് നമ്മുടെ മഞ്ഞ കളറിലിരുന്ന ചിക്കൻ ഇതുകൊണ്ട് നല്ല ഡാർക്ക് ഗോൾഡൻ ബ്രൗൺ കളറായിട്ടുണ്ട്. ഞാനിപ്പോൾ ഇനി കൂടുതൽ ഫ്രൈ ചെയ്യുന്നില്ല. വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് നല്ല അടിപൊളിയായിട്ടുള്ള പള്ളിപ്പാളയം ചിക്കൻ. ഞാനിത് 2-3 വീഡിയോസൊക്കെ ഇങ്ങനെ കണ്ടു. അപ്പം ഇതെന്താണ് ഈ ഒരു ഐറ്റം എന്നൊന്ന് ട്രൈ ചെയ്ത് നോക്കാൻ ഭയങ്കര ഒരു ക്യൂരിയോസിറ്റി ആയിരുന്നു. എന്തായാലും അടിപൊളിയാണ്. കുറച്ച് ഐറ്റംസ് മതി, പെട്ടെന്ന് പ്രിപ്പയർ ചെയ്തെടുക്കാം. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഫീഡ്ബാക്ക് ഞങ്ങളെ അറിയിക്കുക. നല്ല ഡിഫറെൻ്റ് ആയിട്ടൊരു ടേസ്റ്റാണ്. അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം നേരുന്നു. താങ്ക് യു. Press the bell icon on the YouTube app and never miss another update.